ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ മച്ചമ്പി പിണങ്ങിയെന്ന്. മച്ചമ്പി വല്ലാണ്ട് പിണങ്ങി. ഇനി ആരെയും കാണത്തില്ലെന്ന്. ഈ റംസാൻ്റെ അവസാനം നമ്മൾ നോമ്പ് കാണലിനൊക്കെ പോകുമല്ലോ ഓരോ വീടുകളിൽ പ്രായമായവരെ കാണാനൊക്കെ. അതുപോലെ മച്ചമ്പി ഒരു കാണൽ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഷീ ജിൻപിങ്ങുമായിട്ടാണ് കാണാനിരുന്നത്, നമ്മുടെ ചൈനീസ് പ്രസിഡൻറ്റ്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നില്ലെന്ന്, അത് നീട്ടിവെക്കാൻ പോകാമെന്ന് മാത്രമല്ല, അങ്ങനെ നീട്ടിവെക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ കാണാനുള്ള ആഗ്രഹം തിളച്ചു മറിയുകയാണെന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് യുദ്ധം നേരിട്ട് ഏകോപിപ്പിക്കുന്നതുകൊണ്ട് പുള്ളി നേരിട്ടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലിരുന്ന്. നമ്മുടെ പ്രധാനമന്ത്രിയിലെ കാർമേഘം ഉള്ള സമയത്ത് വിമാനം കൊണ്ടുപോയി ബോംബിട്ടിട്ട് വരാൻ പറഞ്ഞില്ലേ നമ്മുടെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ. അതുപോലെ പുള്ളി അവിടെ ഇരുന്ന് നേരിട്ട് യുദ്ധങ്ങൾ അവിടെ അടിയറ ഇവിടെ അടിയറ, ഇറാനിലെ ടെഹ്റാനിൽ അടിയറ എന്ന് പറഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുള്ളി അങ്ങോട്ട് പോകുന്നില്ലെന്ന്. യഥാർത്ഥത്തിൽ പുള്ളി 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ചൈന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് തുറക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ കൂടിക്കാഴ്ച മാറ്റിവെക്കും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ചൈനീസ് പ്രസിഡൻറ്റിന് ഈ കൂടിക്കാഴ്ച കൊണ്ട് എന്തോ മഹത്തായ കാര്യം സംഭവിക്കാനിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് എന്തോ വലിയ ആഗ്രഹവും ഇഷ്ടവും കൊണ്ട് കാത്തിരിക്കുകയാണെന്നും. ഇനി എനിക്കിപ്പോൾ ഉള്ള പേടി ഈ ട്രംപിൻ്റെ കൂടിക്കാഴ്ച മാറ്റിവെച്ചതുകൊണ്ട് ഈ ചൈനീസ് പ്രസിഡൻറ്റ് ചൈനയുടെ വൻമതിലിൻ്റെ മുകളിലെങ്ങാനും കയറി താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്യുമോ എന്നറിഞ്ഞുകൂടാ. ഇതുപോലത്തെ ഒരു ഊളയൊക്കെ മതി വലിയൊരു രാജ്യം ഭരിക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം എന്താ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അനുരാഗ് വളരെ കൃത്യമായി പറഞ്ഞു, റഷ്യയും ചൈനയും വേണ്ട സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ പിന്തുണയുണ്ട്, അതുകൊണ്ടാണ് ഈ ടെല്ലവീവിൻ്റെ മുകളിൽ ഡാൻസിങ് മിസൈലുകൾ ഡാൻസ് കളിക്കുന്നത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത പുറത്തു വന്നു. അതായത് മുജിത്തബ കാംനെയെ ഈ ബോംബാക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ട് അങ്ങ് റഷ്യയിൽ എവിടെയോ ആണ് ചികിത്സിക്കുന്നത്, വിമാനം വന്ന് അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോയി എന്നൊരു വാർത്ത, തള്ളിക്കളയാനാവാത്ത വാർത്ത, വെറും അഭ്യൂഹം മാത്രമല്ലാത്തൊരു വാർത്ത കേൾക്കാനിടയായി. ഏതായാലും അതുകൂടി വന്നതോടുകൂടിയാണ് മച്ചമ്പിയുടെ പുണക്കം കൂടിയത്. ആ പുണക്കത്തിലാണ് ഇനി ഞാൻ ആരെയും കാണുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് മച്ചമ്പി മാറ്റിവെച്ചിരിക്കുന്നത്. കഷ്ടം. മച്ചമ്പി സ്വയം ഇങ്ങനെ എരിഞ്ഞടങ്ങുകയാണ്. ആവേശം, ആക്രോശം, നിരാശ, സങ്കടം എല്ലാം കൂടെ ചേർന്ന് ഒഴുകുന്ന ഒരു മഴവിൽ വികാരത്തിൽപ്പെട്ട് കറങ്ങുകയാണ് ലോക പോലീസ് നേതാവ്.